എല്ലാവരും പുതിയ ടെക്നോളജീൻ്റെ പുറകെയാണ്. മറ്റ് ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവരെല്ലാം പുതിയത് വേണം, ബ്രാൻഡഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ചികിത്സയുടെ കാര്യം എത്തുമ്പോൾ അത് മാറുകയും ചെയ്യും. രോഗികൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ മരുന്നുകൾ കഴിച്ചിട്ടല്ലേ എനിക്ക് കിഡ്നീൻ്റെ പ്രശ്നം വന്നത് എന്നുള്ളത്. അത് നമ്മൾ എങ്ങനെയാണ് അവരെ ബോധ്യപ്പെടുത്തുക? നമ്മൾ ഈ പെരുമഴയത്തെ കുട പിടിക്കാതെ കുറേ ദൂരം നടന്ന ശേഷം കുട കിട്ടിയ ശേഷം പറയുകയാണ്, അയ്യോ ഈ കുട കാരണമാണ് ഞാൻ ഇത്രയും നനഞ്ഞത് എന്ന് പറയുന്നതിന് സമാനമാണിത്. കാരണം ഈ ഡയബറ്റീസിൽ കോംപ്ലിക്കേഷൻസ് വന്ന ശേഷം നമ്മൾ ഈ പറയുന്ന പ്രതിരോധത്തിനായിട്ടുള്ള ഔഷധങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാലും പ്രയോജനം കിട്ടില്ല. പ്രയോജനം കിട്ടും, എന്നാലും ഞാൻ ഈ പറഞ്ഞ പോലെയാണ്. പിന്നീട് കുട പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് മഴ നനയില്ല, പക്ഷേ ദേഹം മുഴുവൻ നനഞ്ഞ് കഴിഞ്ഞു. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഓരോ സമയമുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഡോക്ടർ ഷഹാന രോഗിയെടുത്ത് പറയുകയാണ്, സാറ് ഇൻസുലിൻ ഇഞ്ചക്ഷൻ തുടങ്ങാൻ സമയമായി. ഇപ്പോൾ രോഗി പറയാണ്, അയ്യോ ഡോക്ടറെ ഞാനൊരു 3 മാസം കൂടെ കൺട്രോൾ ചെയ്യാൻ ഡോക്ടറെ. അത് ഞാൻ കല്യാണം ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ യാത്രയിലായിരുന്നു, എനിക്ക് ഫെസ്റ്റിവലായിരുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും രോഗികൾ. അപ്പോൾ 3 മാസം കൂടെ സമയം. ഈ 3 മാസം ഇങ്ങനെ സമയം കൊടുത്ത് പിന്നെ 2 വർഷം കഴിയും. 2 വർഷം കഴിയുമ്പോഴത്തേക്ക് എന്തൊക്കെ തുടങ്ങിക്കഴിഞ്ഞാലും ഈ തുടങ്ങേണ്ട സമയം കഴിഞ്ഞാണ്. രോഗിക്ക് കിട്ടേണ്ട ഒരു പ്രതിരോധം 100% ആയിരുന്നെങ്കിൽ പക്ഷേ പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് വെറും 20% മാത്രമായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ മരുന്നിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മരുന്നുകൾ ഇപ്പോൾ ഉള്ളത് പലതും ഈ രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ടാണ്. അത് എപ്പോൾ നിർദ്ദേശിക്കണമെന്നുള്ളത് ഇതിനെക്കുറിച്ച് പഠിച്ചൊരു ഡോക്ടർക്ക് കൃത്യമായിട്ടറിയാം. പക്ഷേ അത് സ്വീകരിക്കേണ്ട ചുമതല ഡോക്ടറെ വിശ്വസിക്കണം. നമുക്ക് സാമാന്യ ബുദ്ധി വേണം. എങ്കിൽ ആ നിമിഷം തന്നെ സ്വീകരിക്കണം. ആ നിമിഷം തന്നെ എങ്കിൽ മാത്രമേ പ്രധാനപ്പെട്ട അവയവങ്ങൾക്ക് വരുന്ന രോഗങ്ങൾ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ.